നമ്മളവരെ ഞാനിന്ന് ഓഷോൻ്റെ പുതിയൊരു മലയാളം പുസ്തകമാണ് ഇൻറ്റിമസി, ആത്മബന്ധം. ഇതാണ് ഈ പുസ്തകത്തിലെ ഉള്ളടക്കം. ഇതിൽ ധാരാളം കാര്യങ്ങളെ ഓഷോ സംവദിക്കുന്നുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആത്മബന്ധങ്ങളാണ്. നമുക്ക് കുടുംബ ബന്ധം ഉണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. പക്ഷേ ആത്മാവും തമ്മിലുള്ള ആ തിരിച്ചറിയുന്ന ഏതാനും സുഹൃത്തുക്കൾ, നമ്മൾ ആത്മാവിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുന്ന ചില സുഹൃത്തുക്കൾ നമുക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും ജീവിതം ധന്യമായി. നമ്മളെ തിരിച്ചറിയുന്ന, നമ്മുടെ പോരായ്മകളെ, നമ്മളെ നന്മയും തിന്മയും തിരിച്ചറിയുന്ന, നമ്മളെ വൈകൃതങ്ങളെ തിരിച്ചറിയുന്ന കുറച്ച് ആത്മമിത്രങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം, ഈ യാത്ര, ഈ തീർത്ഥാടനം വളരെ മനോഹരമായിരിക്കും, ആയാസരഹിതമായിരിക്കും. ഏത് സമയത്തും നമുക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാനും ഇടപഴകുവാനും സ്വാർത്ഥതയ്ക്കല്ല, നമുക്ക് എല്ലാത്തിനും നമുക്കൊരു അങ്ങനെയാണല്ലോ സെൽഫിഷ്നെസ്. കാരണം ഒരു സ്വാർത്ഥപരമായ ലാഭത്തിന് വേണ്ടിയല്ല സുഹൃത്ത് ബന്ധം. അത് നമുക്ക് നൽകുവാനുള്ളതാണ്. സ്നേഹം നൽകിക്കൊണ്ട് സ്വീകരിക്കുവാനും നൽകുവാനുമുള്ളതാണ്, തിരിച്ചറിയുവാനും. അങ്ങനെ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഓഷോ ഈ ഇൻറ്റിമസി എന്ന് പറയുന്ന ആത്മബന്ധത്തെക്കുറിച്ച് ഓഷോ. ഇതിൽ മോഹൻലാലിൻ്റെ ഒരു ചിത്രമുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് ഇത്. സൈലൻസ്, കോഴിക്കോട് സൈലൻസാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വളരെ രസകരമായ പുസ്തകമാണ്. വായനയിലിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് സമയമെടുത്തുകൊണ്ട് വായിക്കേണ്ട ബുക്കമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ പല നിഗൂഢതകളും ഓഷോ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു മാനത്തിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്തുവാൻ കഴിയും. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് തന്നെ മാറ്റം സംഭവിക്കും. ഈ ലോകവും ജീവിതവും നമ്മളെ കൂട്ടുകെട്ടും അതിൽ ആത്മബന്ധങ്ങളും ഒക്കെ എങ്ങനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാം, ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാം എന്നുള്ള വിഷയമാണ് ഇതിൽ ഈ ഇൻറ്റിമസിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വായിക്കാം, ആസ്വദിക്കാം, ആനന്ദിക്കാം. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.